ഏറെ കാലമായി മനുഷ്യൻ വലഞ്ഞ 2 ചോദ്യങ്ങളുടെ ഉത്തരം ഇതിൽ കിടപ്പുണ്ട്. ഏതൊക്കെയാണ് ആ 2 ചോദ്യങ്ങൾ എന്നറിയാമോ? നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സൗഖ്യം മറ്റാരുടെയോ മുറിവുകളാണ്. ജീവിത പങ്കാളികൾ ഓർക്കണേ, നീ ഇന്ന് അനുഭവിക്കുന്ന സൗഖ്യം നിന്റെ ജീവിത പങ്കാളി പരാതി പറയാതെ, പരിഭവമില്ലാതെ ഏറ്റെടുത്ത ചില മുറിവുകളുടെ തുടർച്ചയാണ്, മുറിവുകളുടെ സമ്മാനമാണ്. ഡിബേറ്റ് നടക്കുന്നുണ്ട്. ആരാണ് ഈ സഹനദാസൻ? അതോ ഭാവിയിൽ വരാനിരിക്കുന്ന ഒരാളെ കുറിച്ചുള്ള സൂചനയാണോ ഈ സഹനദാസൻ? അവന്റെ മുറിവുകൾ മറ്റുള്ളവരുടെ മുറിവുകളെ സുഖപ്പെടുത്തുന്നു. ഒരാളുടെ നിഷ്കളങ്കത പാപികളെ വീണ്ടെടുക്കാൻ കാരണമാകും. നീതിമാനായാൽ കരുണയുള്ളവനാകാൻ പറ്റില്ല. ശരിക്കും നീതി നടപ്പിലാക്കണ്ടേ, പിന്നെ എങ്ങനെ കരുണാമയനാണെങ്കിൽ പിന്നെ നീതിമാൻ എങ്ങനെയാകാൻ പറ്റും? എങ്ങനെ ദൈവത്തിലൊരേ സമയം നീതിമാനാകാനും കരുണാമയനാകാനും പറ്റും? നമ്മുടെ മുറിവുകൾ സുഖപ്പെടാൻ സൗഖ്യദായകൻ, വൈദ്യൻ മുറിവേറ്റതാണ് കുരിശൻ. നമുക്കിടയിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടിൽ നിഷ്കളങ്ക സഹിക്കുന്നുണ്ട്. പ്രിയമുള്ള മക്കളെ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സൗഖ്യം നിങ്ങളുടെ അപ്പനും അമ്മയും ഏറ്റെടുത്ത മുറിവാണ്. നിന്റെ കണ്ണീര് അനേകർക്ക് സൗഖ്യമായി മാറും. നിന്റെ നിലവിളികൾ ഒരുപാട് പേർക്കുള്ള ആശീർവാദങ്ങളായി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മാർഗം, ദ വേ, വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ്, ഫ്രം ആഷസ് ടു ഹല്ലേലൂയ. ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പുകാല ധ്യാനം. ഇന്നലെ മാർഗത്തിന്റെ 8ാമത്തെ അധ്യായത്തിൽ ഈശോയുടെ വിടവാങ്ങലിനെ കുറിച്ച്, ഫൈനൽ ഡിസ്കോഴ്സ്, അവസാനത്തെ വാക്കുകളെ കുറിച്ച് സംസാരിച്ചു. കുറച്ചു പേരൊക്കെ ഇന്ന് എന്നോട് സംസാരിക്കുകയായിരുന്നു, അച്ചോ ഞങ്ങൾക്കിങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ വലിയ ഈ ഭാരമുള്ള ഇരുമ്പ് കട്ട കൊണ്ടുവെക്കുന്ന ഫീലായിരുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനിക്കും അതേ ഫീലായിരുന്നു. കർത്താവിന്റെ ഒടുവിലത്തെ വാക്കുകൾ, അവൻ ആ സഹനത്തെ മുന്നിൽ കണ്ട് ഒരുങ്ങിയത്, സ്നേഹത്തിന്റെ ആ യാത്ര നടത്തുന്നത്, ആ നേരത്ത് അവൻ അനുഭവിച്ച ഹൃദയവ്യഥ, ശരിക്കും നമ്മൾ അതിലേക്ക്, ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന അനുഭവമാണ്. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നതും അതിന് തുടർച്ചയായി, എന്നാൽ അത്രയും ദൈർഘ്യം ഇന്നുണ്ടാകില്ല, പക്ഷെ അതിന് തുടർച്ചയായി വരുന്ന ഒരു വിഷയമാണ്. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ പല ആവർത്തി പഴയ നിയമം പറഞ്ഞപ്പോഴൊക്കെ ആവർത്തിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. അതിനെക്കുറിച്ച് ഇങ്ങോട്ട് സംശയം വന്നപ്പോഴാണ് ഇന്ന് അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും സഫറിങ് സെർവന്റ്, സഹനദാസൻ, ദൈവത്തിന്റെ സഹനദാസൻ. അപ്പൊ അതിനെക്കുറിച്ച് ചോദിച്ചു, അച്ഛാ എന്താണ് ഈ സഫറിങ് സെർവന്റ്? അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം കോട്ട് ചെയ്ത് പറയുന്നുണ്ടല്ലോ, സഫറിങ് സെർവന്റ്. ഇന്ന് നമ്മളത് സഹനദാസനെ ധ്യാനിക്കുകയാണ്. യെശയ്യാ കണ്ട, ഐസയാ കണ്ട സഫറിങ് സെർവന്റ് ഈസ് ഫുൾഫിൽഡ് ഇൻ ജീസസ്. യെശയ്യാ പ്രവചനങ്ങളിലെ സഹനദാസൻ ഈശോയിൽ പൂർത്തീകരിക്കപ്പെടും. ഈശോയാണ് ആ സഹനദാസൻ. ഇസ്രായേല് പ്രതീക്ഷിച്ചിരുന്ന ഒരു മിശിഹായുണ്ട്, ഇസ്രായേലിന്റെ മിശിഹാ സങ്കല്പം. ആ മിശിഹാ സങ്കല്പത്തെ തകർത്തു ദൂരെ എറിഞ്ഞാണ് കർത്താവ് തമ്പുരാൻ വന്നത്. ഹ്യൂമാനിറ്റി എക്സ്പെക്ട്സ് പവർ. God revealed self-giving love. Humanity expected power. മനുഷ്യകുലം കാത്തിരുന്നത് അധികാരമായിരുന്നു. സൈന്യാധിപനായ, രാജ്യാധിപനായ, ശക്തനായ ഒരു മിശിഹായെ അവർ കാത്തിരുന്നപ്പോ ദൈവം വെളിപ്പെടുത്തിയത് ആത്മദാനത്തിന്റെ സ്നേഹമായിരുന്നു. ഒരു വിക്ടോറിയസ് മെസ്സയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്, വിജയശ്രീ ലാളിതനായി വരുന്ന ഒരു മിശിഹായെ. എന്നാൽ അവർക്കായി, ജനത്തിനായി, ലോകത്തിനായി, നമുക്കായി ദൈവം ഒരുക്കിയത് ഒരു സഹനദാസനെയാണ്. ഒരു വശത്ത് വിക്ടോറിയസ് മെസ്സയ, ഇപ്പുറത്ത് സഫറിങ് സെർവന്റ്. നമ്മുടെ കർത്താവ് സഹനദാസനാണ്. യെശയ്യാ പ്രവചനങ്ങളിൽ ഇത് കൂടുതൽ ആഴത്തിൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ വായിച്ചിരിക്കേണ്ട അധ്യായങ്ങള് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം, 49-ാം അധ്യായം, 50-ാം അധ്യായം, 52-ഉം 53-ഉം അധ്യായങ്ങൾ. ഇത്രയും അധ്യായങ്ങൾ. ഇതാണ്, ഈ ഭാഗമാണ് ഈശോയുടെ കഷ്ടാനുഭവങ്ങളുടെ ദൈവശാസ്ത്ര നട്ടല്.
തിയോളജിക്കൽ ബാക്ക്ബോൺ ഓഫ് പാഷൻ ആൻഡ് ഡെത്ത്. എന്താണ് കുരിശിൽ സംഭവിച്ചത് എന്നതിന്റെ ദൈവശാസ്ത്ര പശ്ചാത്തലം മനസ്സിലാക്കണമെങ്കിൽ ഈ ഭാഗം വായിച്ചിരിക്കണം. ഇതില്ലാതെ, ഈ ഭാഗമില്ലാതെ, വിതൗട്ട് ഇറ്റ് ക്രോസ് ഈസ് അൺഇന്റലിജിബിൾ. ഇതില്ലാതെ നമുക്ക് കുരിശിനെ മനസ്സിലാക്കാൻ എളുപ്പമല്ല. നമുക്ക് ധ്യാനിച്ചു തുടങ്ങാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് എടുക്കുന്ന വാക്യം യെശയ്യാ 53:3. യെശയ്യാ എടുക്കാം, ബൈബിൾ എടുക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 3-ാം വാക്യം. 53:3 നമ്മൾ കാണുന്നത്, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. യെശയ്യാ 53:3. യെശയ്യാ 53:11. തന്റെ കഠിന വേദനയുടെ ഫലം കണ്ട് അവർ സംതൃപ്തനാകും. നീതിമാനായ എന്റെ ദാസൻ തന്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും. അവൻ അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും. ഇത് സുവിശേഷത്തിൽ ഇതിന്റെ സൂചനകൾ നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ലൂക്കാ 22:37. അപ്പസ്തോല പ്രവർത്തനത്തിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 8-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. അവിടെയൊക്കെ ഇതിന്റെ യാഥാർത്ഥ്യം അവിടെ വെളിപ്പെടുന്നത് ഇത് നിഴലാണ്. സഹനദാസൻ നിഴലാണ്. അത് യാഥാർത്ഥ്യമാകുന്നത് ഈ സുവിശേഷത്തിലും നടപടി പുസ്തകത്തിലും അപ്പസ്തോല പ്രവർത്തനങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ പറ്റും. പഴയ നിയമത്തിൽ ഈ സഹനദാസനെ മനസ്സിലാക്കുമ്പോൾ, ഈ സഫറിങ് സെർവന്റിനെ മനസ്സിലാക്കുമ്പോൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. 1 ഐഡന്റിറ്റി, 2 നേച്ചർ. ഐഡന്റിറ്റി, സ്വത്വം. ഈ സഹനദാസൻ ആരാണ്? സഹനദാസന്റെ സ്വത്വം. 2 സഹനദാസന്റെ സ്വഭാവം, നേച്ചർ എന്താണ്? അത് മനസ്സിലാക്കാം. ശ്രദ്ധിച്ച്. ഐഡന്റിറ്റി. ഡിബേറ്റ് നടക്കുന്നുണ്ട്. ആരാണ് ഈ സഹനദാസൻ? അതായത് ഈ സഹനദാസൻ എന്നുള്ളത് ഇസ്രായേലിനെ പൊതുവായിട്ട് വിശേഷിപ്പിക്കുന്നതാണോ? കാരണം യെശയ്യാ എഴുതിയ കാലത്ത്, അന്ന് ഇസ്രായേൽ സമൂഹത്തിന്റെ കാലത്ത് ഇസ്രായേൽ സമൂഹത്തെ പൊതുവായിട്ട് വിശേഷിപ്പിക്കുന്നതാണോ ഈ സഹനദാസൻ? അതോ ഇനി ഇത് പറയുന്ന യെശയ്യായെ തന്നെ വിശേഷിപ്പിക്കുന്നതാണോ സഹനദാസൻ? അതോ ഭാവിയിൽ വരാനിരിക്കുന്ന ഒരാളെ കുറിച്ചുള്ള സൂചനയാണോ ഈ സഹനദാസൻ? സംശയലേശമന്യേ നാം നേറ്റു പറയുന്നു, ഈ സഹനദാസൻ ഈശോയാണ്. ഈശോയിലാണ് ഈ സഹനദാസനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ പൂർത്തിയാകുന്നത്. അതാണ് ഐഡന്റിറ്റി. 2ാമത്തത് നേച്ചർ. സഹനദാസന്റെ 3 നേച്ചർ. അത് നിങ്ങൾ ഞാൻ പറഞ്ഞ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. 1, ഹീസ് ഇന്നസെന്റ്, അവൻ നിഷ്കളങ്കനാണ്. 2, അവന്റെ സഹനത്തിലൊരു പ്രത്യേകതയുണ്ട്, വികാരിയസ് സഫറിങ്. എന്താണ് ഈ വികാരിയസ് സഫറിങ്? വികാരിയസ് സഫറിങ് എന്ന് വെച്ചാൽ പകരക്കാരനായി സഹിക്കുന്നു. മറ്റാർക്കോ വേണ്ടി അവർക്ക് പകരക്കാരനായി ഇവൻ സഹിക്കുന്നു. അതാണ് സഹനദാസന്റെ 2ാമത്തെ സ്വഭാവം, നേച്ചർ. 1, സഹനദാസന്റെ 1ാമത്തെ സ്വഭാവം എന്തായിരുന്നു? അവൻ നിഷ്കളങ്കനാണ്, ഹിസ് ഇന്നസെന്റ്. 2, ഹിസ് സഫറിങ് ഈസ് വികാരിയസ് സഫറിങ്. 3, ഹിസ് വൂണ്ട്സ് ഹീൽസ് അതേഴ്സ്. അവന്റെ മുറിവുകൾ മറ്റുള്ളവരുടെ മുറിവുകളെ സുഖപ്പെടുത്തുന്നു. അതാണ് യെശയ്യാ 53:5 നമ്മൾ കാണുന്നത്. സുന്ദരമാണ് ആ വാക്യം. യെശയ്യാ 53:5. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഇതാണ് സഹനദാസന്റെ നേച്ചർ. ഈ 3 കാര്യങ്ങൾ. 1 ഇന്നസെന്റ്, 2 വികാരിയസ് സഫറിങ്, 3 ഹിസ് വൂണ്ട്സ് ഹീൽ അതേഴ്സ്. അവന്റെ മുറിവുകൾ മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്നു. അതായത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, സഫറിങ് ക്യാൻ ബി റിഡംപ്റ്റീവ് ആൻഡ് ഇന്നസെൻസ് ക്യാൻ സേവ് ദ ഗിൽറ്റി. സഹനം രക്ഷാകരമാകും. അത് അവിടെ തന്നെ വെളിപ്പെട്ട് കഴിഞ്ഞു. അതായത് കുരിശില് ഇങ്ങനെ രക്ഷാകരമായൊരു സഹനം എന്നൊക്കെ പറയുമ്പോൾ ഞെട്ടണ്ട. ഇത് പണ്ടേ പറഞ്ഞു വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സഹനം രക്ഷാകരമാകും. സഫറിങ് ക്യാൻ ബി റിഡംപ്റ്റീവ് ആൻഡ് ഇന്നസെൻസ് ക്യാൻ സേവ് ദ ഗിൽറ്റി. ഒരാളുടെ നിഷ്കളങ്കത പാപികളെ വീണ്ടെടുക്കാൻ കാരണമാകും. ഇത് സംഭവിക്കുകയല്ലേ കുരിശിൽ? അങ്ങനെ മനസ്സിലാക്കി. അപ്പൊ നമുക്കറിയാം
ദൈവമേ, കാലങ്ങൾക്ക് മുമ്പേ ഇത് പ്രവചിക്കപ്പെട്ടു വെച്ചിരിക്കുന്ന രീതിയുണ്ട് അത്ര കൃത്യമായിട്ട്. ഇത് കുരിശിലല്ലാതെ മറ്റെങ്ങും നമുക്കിത് കാണാൻ പറ്റില്ലല്ലോ. കുരിശിലല്ലാതെ മറ്റേ സഫറിങ് ക്യാൻ ബി റിഡംപ്റ്റീവ് ആൻഡ് ഇന്നസെൻസ് ക്യാൻ സേവ് ഗിൽറ്റി. യെസ്. ഇനി സാൽവേഷൻ ഹിസ്റ്ററിയിൽ രക്ഷാകര ചരിത്രം മുഴുവൻ എടുത്താൽ ഈ സഹനദാസൻ ഇമേജ്, യെശയ്യായിലെ സഹനദാസൻ, അത് ഈശോയിൽ ഫുൾഫില്ല് ചെയ്യപ്പെട്ടത്, ഇതിന്റെ പ്രാധാന്യം എന്താണ്? ഇതിന്റെ പ്രാധാന്യം വളരെയേറെയാണ്. എന്തെന്ന് വെച്ചാൽ, ഏറെക്കാലമായി മനുഷ്യൻ വലഞ്ഞ 2 ചോദ്യങ്ങളുടെ ഉത്തരം ഇതിൽ കിടപ്പുണ്ട്. ഏതൊക്കെയാണ് ആ 2 ചോദ്യങ്ങൾ എന്നറിയാമോ? ഏറെക്കാലമായി മനുഷ്യൻ വലഞ്ഞ 2 ചോദ്യങ്ങളുടെ ഉത്തരം ഈ സഹനദാസൻ ഇമേജിൽ, കുരിശിൽ കിടപ്പുണ്ട്. ഒന്ന്, ഹൗ ഗോഡ് ക്യാൻ ബി ജസ്റ്റ് ആൻഡ് മേഴ്സിഫുൾ. സ്വാഭാവിക സംശയമല്ലേ, എങ്ങനെയാണ് ദൈവത്തിന് നീതിമാനും കരുണയുള്ളവനും ആകാൻ പറ്റുന്നത്? നീതിമാനായാൽ കരുണയുള്ളവനാകാൻ പറ്റില്ല. ശരിക്കും നീതി നടപ്പിലാക്കണ്ടേ, പിന്നെ എങ്ങനെ കരുണാമയനാണെങ്കിൽ പിന്നെ നീതിമാൻ എങ്ങനെയാകാൻ പറ്റും? എങ്ങനെ ദൈവത്തിന് ഒരേ സമയം നീതിമാനാകാനും കരുണാമയനാകാനും പറ്റും? ഒരു സംശയം. രണ്ടാമത്തത്, ഹൗ ക്യാൻ സിൻ ബി ഫോർഗിവൻ വിത്തൗട്ട് ബീയിങ് ഇഗ്നോർഡ്. അതായത് പാപം എങ്ങനെ ക്ഷമിക്കാൻ പറ്റും അതിനെ അവഗണിച്ച് കളയുകയല്ലാതെ? അതല്ലേ അതിനുള്ള മാർഗം. അല്ലാതെ എങ്ങനെയാ പാപം ക്ഷമിക്കാൻ പറ്റുന്നത്? ഒരാളൊരു പാപം ചെയ്തു, അയാളുടെ പാപം അത് അവഗണിച്ച് കളയുക എന്നുള്ളതല്ലാതെ വേറെ ഒരു രീതിയിൽ ക്ഷമിക്കാൻ പറ്റുമോ? ഹൗ സിൻസ് ക്യാൻ ബി ഫോർഗിവൻ അതർ ദാൻ ഇറ്റ് ഈസ് ഇഗ്നോർഡ്. ഇത് രണ്ടിന്റെയും ഉത്തരം എന്നറിയാമോ? ശ്രദ്ധിച്ചു, ഇത് രണ്ടിന്റെ ഉത്തരം. ഒന്ന്, ദൈവത്തിന് എങ്ങനെ കരുണാമയനും നീതിമാനുമാകാൻ പറ്റും. 2, പാപം എങ്ങനെ പൊറുക്കാനാകും അത് അവഗണിച്ച് കളയുകയല്ലാതെ വേറെ ഏതാ മാർഗം? ഉത്തരം, God himself bears the cost. God himself bears the cost. ദൈവം തന്നെ ആ വില, ആ പാപത്തിന്റെ ഫലം ഏറ്റെടുക്കുന്നു. ദൈവം തന്നെ പാപത്തിന്റെ പരിണിത ഫലം ഏറ്റെടുക്കുമ്പോ നീതി നടപ്പിലാക്കപ്പെട്ടു. കാരണം പാപത്തിന് ശിക്ഷ, നീതി നടപ്പിലാക്കപ്പെട്ടു. കരുണയും നടപ്പിലാക്കപ്പെട്ടു, കാരണം നമ്മൾ ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു. God bears the cost. ദൈവം പാപത്തിന്റെ പരിണിത ഫലത്തെ ഏറ്റെടുത്തപ്പോ അവൻ ഒരേ സമയം നീതിമാനായി, അവൻ കരുണാമയനായി. പാപത്തെ, അതിനെ ഇഗ്നോർ ചെയ്യുകയല്ലാതെ വേറെ എങ്ങനെയാണ് പാപം ക്ഷമിക്കാൻ പറ്റുന്നത്? പാപം ക്ഷമിക്കാൻ പറ്റുന്നത് ദൈവം തന്നെ അതിനെ ഏറ്റെടുത്തപ്പോ അതിന്റെ ക്ഷമ നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെട്ടു. മനുഷ്യകുലത്തിന് ഉത്തരം കിട്ടാതെ കടന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കുരിശിൽ വെളിപ്പെട്ടു. ഇപ്പോൾ നമ്മൾ ഏറ്റുപറയുന്നു, നമ്മുടെ ദൈവം കരുണാമയനാണ്, അവൻ നീതിമാനാണ്. നീതിമാനും കരുണാമയനുമായ ദൈവത്തിന്റെ മുഖമാണ് കുരിശിൽ നമ്മൾ കാണുന്നത്. ക്രോസ് ഇസ് ദ പോയിന്റ് വെയർ ജസ്റ്റിസ് മീറ്റ്സ് മെഴ്സി. നീതി കരുണയെ കണ്ടുമുട്ടിയ ഇടമാണ് കുരിശ്. നീതിയും കരുണയും കണ്ടുമുട്ടിയ ഇടമാണ്, മീറ്റിംഗ് പോയിന്റ് ആണ് കുരിശ്. തിരിച്ചറിയണം. സഭാപിതാക്കന്മാര് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, സെയിന്റ് ജസ്റ്റിൻ ദ മാർട്ടയർ, രക്തസാക്ഷിയായ ജസ്റ്റിൻ പറയുന്നു, നോ അതർ ഹാസ് ഫുൾഫിൽഡ് ഐസയ 53 എക്സെപ്റ്റ് ജീസസ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. സഹനദാസൻ പ്രവചനങ്ങൾ, പ്രത്യേകിച്ച് യെശയ്യ 53, ഈശോയിലല്ലാതെ മറ്റാരിലും അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല ചരിത്രത്തിൽ. ഈശോ സഹനദാസനാണ്. എഫ്രൈം പിതാവ്, സുറിയാനി സഭാപിതാവായ അപ്രൈം പിതാവ് പറയുന്ന കാര്യം, മുറിവുകൾ സുഖപ്പെടാൻ സൗഖ്യദായകൻ മുറിവേറ്റു. നമ്മുടെ മുറിവുകൾ സുഖപ്പെടാൻ സൗഖ്യദായകൻ, വൈദ്യൻ മുറിവേറ്റതാണ് കുരിശ്. വൈദ്യൻ മുറിവേറ്റ് കിടക്കുകയാണ്. The healer is wounded so that our wounds will be healed. The healer is wounded on the cross so that our wounds will be healed. നമ്മുടെ മുറിവുകൾ സുഖമാക്കപ്പെടുവാൻ സൗഖ്യദായകൻ മുറിവേറ്റ് കിടന്നു, സഹനദാസൻ. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് പലയിടങ്ങളിൽ ഈ ആശയം ആവർത്തിച്ച് പറയുന്നുണ്ട്. CCC 601 പറയുന്നത്, God makes his son sin for us. God makes his son sin. ദൈവത്തിന്റെ പുത്രനെ പാപമാക്കി നമുക്ക് വേണ്ടി. അപ്പോൾ ദൈവം നീതിമാനും
കരുണാമയനുമായി ഒരേ സമയം. CCC 608 ജീസസ് റീപ്ലേസസ് ദ സഫറിംഗ് സെർവന്റ്. സഹനദാസൻ കർത്താവിൽ പൂർത്തിയാക്കപ്പെടുന്നു. CCC 615 He is the Lamb who takes away the sins of the world. യോഹന്നാൻ മാബ്ദാനയുടെ സ്നാപക യോഹന്നാന്റെ ഏറ്റുപറച്ചിൽ വെളിപ്പെടുത്തൽ സഭ ആവർത്തിക്കുന്നു. പോപ്പ് ബെനഡിക്ട് ദ 16th, ഞാൻ എപ്പോഴും പറയാറുണ്ട്, പണ്ഡിതനായ മാർപ്പാപ്പ പോപ്പ് ബെനഡിക്ട് ദ 16th, അദ്ദേഹത്തിന്റെ സ്പേ സാൽവി, പ്രത്യാശയിലാണ് രക്ഷ എന്ന എഴുത്തിൽ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. ഞാനത് മുഴുവനായിട്ട് വായിക്കാം. Hope is born not from avoiding suffering, but from suffering transformed by love. പ്രത്യാശ ജനിക്കുന്നത് സഹനത്തെ ഒഴിവാക്കിയിട്ടല്ല. ഇന്ന് നമ്മൾ പ്രത്യാശയെ മനസ്സിലാക്കുന്നത് നമ്മുടെ വഴികളിലെ സഹനത്തെ ഒഴിവാക്കുമ്പോഴുള്ള പ്രത്യാശയാണ് അല്ല. മാർപ്പാപ്പ പഠിപ്പിക്കുന്നു, ഹോപ്പ് ഈസ് ബോൺ നോട്ട് ബൈ അവോയ്ഡിങ് സഫറിങ് ബട്ട് ഫ്രം സഫറിങ് ട്രാൻസ്ഫോംഡ് ബൈ ലവ്. എന്ന് വെച്ചാൽ സ്നേഹത്താൽ രൂപാന്തരപ്പെട്ട സഹനത്താലാണ്. സ്നേഹത്താൽ രൂപാന്തരപ്പെട്ട സഹനത്താൽ നാം ക്രിസ്തീയ പ്രത്യാശ അനുഭവിക്കും. ക്രിസ്തീയ പ്രത്യാശ നമ്മളിൽ ജനിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കടന്നു പോകുന്ന സഹനങ്ങൾ, പ്രത്യേകിച്ച് ഈ സഹനദാസന്റെ നേച്ചറിനോട് ചേരുന്ന സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പേര് നമുക്കിടയിലുണ്ട്. സഹനദാസന്റെ ഐഡന്റിറ്റി നേച്ചർ നമ്മൾ പഠിച്ചില്ലേ? ആ നേച്ചർ 3 ഞാൻ എണ്ണ വിട്ട് പഠിപ്പിച്ചില്ലേ? ആ നേച്ചർ വെച്ച് നമ്മൾ കടന്നു പോകുന്ന സഹനങ്ങളെ യെശയ്യായിൽ പ്രവചിക്കപ്പെട്ടതും കുരിശിൽ പൂർത്തിയാക്കപ്പെട്ടതുമായ സഹനദാസന്റെ സ്വഭാവത്തോട് ചേർത്ത് വെച്ച് ധ്യാനിച്ചു നോക്കിക്കേ. ഒന്ന്, അവൻ ഇന്നസെന്റ് ആണ്, നിഷ്കളങ്കനാണ്. ഇന്നേറെ നിഷ്കളങ്കർ സഹനത്തിലൂടെ കടന്നു പോകുന്നു. നമുക്കിടയിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടിൽ നിഷ്കളങ്കർ സഹിക്കുന്നുണ്ട്. 2, അവരുടെ സഹനങ്ങൾ വികാരിയ സഫറിംഗ് ആണ്, പകരക്കാരായി സഹിക്കുകയാണ്. മറ്റാരുടെയോ മുറിവുകളെ അവർ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ മുറിവേൽക്കുന്നവർ, കുരിശെടുക്കുന്നവർ, പാടുപീടകളേക്കുന്നവർ, മുൾമുടി ധരിക്കുന്നവർ നമുക്കിടയിലുണ്ട്. വികാരിയ സഫറിംഗ്. 3, അവരുടെ മുറിവുകളാൽ മറ്റാരൊക്കെയോ സുഖമാക്കപ്പെടുന്നുണ്ട്. ശരിക്കും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സൗഖ്യം മറ്റാരുടെയോ മുറിവുകളാണ്. പ്രിയമുള്ള മക്കളെ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സൗഖ്യം നിങ്ങളുടെ അപ്പനും അമ്മയും ഏറ്റെടുത്ത മുറിവാണ്. ജീവിത പങ്കാളികൾ ഓർക്കണേ, നീ ഇന്ന് അനുഭവിക്കുന്ന സൗഖ്യം നിന്റെ ജീവിത പങ്കാളി പരാതി പറയാതെ, പരിഭവമില്ലാതെ ഏറ്റെടുത്ത ചില മുറിവുകളുടെ തുടർച്ചയാണ്, മുറിവുകളുടെ സമ്മാനമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സൗഖ്യം. അപ്പോഴാണ് കുരിശ് നമുക്കിടയിൽ ആവർത്തിക്കപ്പെടുന്നത്. കുരിശ് 2000 വർഷം മുമ്പ് സംഭവിച്ചു തീർന്ന ഒന്നായി മാറിപ്പോകരുതേ. കുരിശ് ഇന്നും ആവർത്തിക്കപ്പെടട്ടെ. ദ സഫറിംഗ് ഓഫ് ദ ഇന്നസെന്റ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കേട്ടതുപോലെ സഫറിംഗ് വിൽ ബി റിഡംപ്റ്റീവ്. നമ്മൾ കടന്നു പോകുന്ന സഹനം രക്ഷാകരമാകും. ഒരു രക്ഷാകര സഹനം നമുക്കിടയിൽ ഇനിയും ഇനിയും സംഭവിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യുണൈറ്റഡ് വിത്ത് ക്രൈസ്റ്റ് നോ സഫറിംഗ് ഈസ് വേസ്റ്റഡ്. ഇന്നത്തെ അവസാനത്തെ ധ്യാനം അതാണ്. യുണൈറ്റഡ് വിത്ത് ക്രൈസ്റ്റ് നോ സഫറിംഗ് ഈസ് വേസ്റ്റഡ്. പ്രിയമുള്ള എന്നെ കേൾക്കുന്ന നീ, ഇന്ന് കടന്നു പോകുന്ന സഹന മുഖങ്ങളിൽ, നീ കടന്നു പോകുന്ന സഹന നാഴികകളിൽ നിന്റെ സഹനത്തെ കർത്താവിന്റെ കുരിശോട് ചേർത്ത് വയ്ക്കണേ. കർത്താവുമായുള്ള കൂട്ടായ്മയിൽ ഈ സഹനത്തെ ഏറ്റെടുക്കണമേ. കർത്താവുമായുള്ള കൂട്ടായ്മയിൽ നീ ഏറ്റെടുക്കുന്ന ഈ സഹനം, നീ ചുമക്കുന്ന ഈ കുരിശ്, അത് പാഴായി പോകില്ല. അത് പാഴായി പോകില്ല. നിന്റെ കണ്ണീര് അനേകർക്ക് സൗഖ്യമായി മാറും. നിന്റെ നിലവിളികൾ ഒരുപാട് പേർക്കുള്ള ആശീർവാദങ്ങളായി മാറും. നിന്റെ ഒറ്റപ്പെടലുകൾ ഒരുപാട് പേർക്ക് സൗഖ്യ സാന്നിധ്യമായി മാറും. നിന്റെ പിടച്ചിലുകൾ ഒരുപാട് പേർക്ക് ആശ്വാസത്തിന്റെ സംഗീതം പോലെ അനുഭവപ്പെടും. നിന്റെ മുറിവുകളാൽ മറ്റുള്ളവർ സൗഖ്യമാക്കപ്പെടും, സുഖമാക്കപ്പെടും. യുണൈറ്റഡ് വിത്ത് ക്രൈസ്റ്റ് നോ സഫറിംഗ് ഈസ് വേസ്റ്റഡ്. കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ നിന്റെ ഒരു സഹനവും പാഴായി പോകില്ല എന്ന് വിശ്വസിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, ഞങ്ങളെ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും നിന്റെ കുരിശോട് ചേർത്ത് വെക്കുന്നു. നിന്റെ സ്ലീവായോട് ചേർന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ സഹനങ്ങൾ പാഴാകില്ല
എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോ, നിന്റെ മുറിവുകളാൽ നീ ഞങ്ങളെ സുഖമാക്കിയതുപോലെ ഞങ്ങൾ ഇന്ന് ഏറ്റെടുക്കുന്ന മുറിവുകളാലും അനവധി പേർ, അനേകർ സുഖമാക്കപ്പെടട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.